ഹലോ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റേ ജോയിനർ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എന്ന് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് പാരീസിലേക്ക് പോവാണ്. അങ്ങനെ ഒരുപാട് പ്ലാന് കാര്യങ്ങളൊന്നുമില്ല. എയ്ഫൽ കാണണം, ഡിസ്നി ലാൻഡൊക്കെ ഒന്ന് കാണണം, അത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെയും പരിപാടികൾ. അപ്പോൾ എന്തായാലും പാരീസിലെത്തിയിട്ട് നോക്കാം. എവിടെയെങ്കിലും ട്രിപ്പ് പോവുകയാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആ ഒരു ഫുഡ് അടിയിൽ നിന്നാണ് ആ ട്രിപ്പിലേക്ക് വേണ്ട എല്ലാ എനർജിയും നമുക്ക് കിട്ടണേ. ചെറിയ ഏതെങ്കിലും സ്ഥലത്തേക്കാണെങ്കിൽ നമ്മൾ കോഫി, സാൻഡ്വിച്ച് അങ്ങനെയുള്ള സംഭവമായിട്ട് ഒതുക്കും. അതെല്ലാം നമ്മൾ ഇതുപോലെയുള്ള ഭയങ്കര ഡ്രീമി ആയിട്ടുള്ള പ്ലേസസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു മീൽ തന്നെ ആക്കി നമ്മൾ സെറ്റാക്കും. കുറേ ടൈമൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. ഒരു 1.5-1.25 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ എത്തി. ടിക്കറ്റ്സ് ടു പാരീസ്. പാരീസിൽ എല്ലായിടത്തേക്കും ട്രെയിൻ വെൽ കണക്റ്റഡ് ആണ്. നമ്മളിതാ ഇപ്പോൾ എടുക്കണ കാണിച്ചത് ട്രെയിനിൻ്റെ ടിക്കറ്റാണ്. ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ കുറച്ച് ഡേർട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളങ്ങനെ പിക്ചറിലൊക്കെ കാണുന്ന പോലത്തെ ഭയങ്കര ഭംഗിയൊന്നും ഇവിടുത്തെ ഒരു ട്രെയിൻ സ്റ്റേഷനിലും ഇല്ല. അങ്ങനെ ഞങ്ങൾ പാരീസിലെത്തി. ഭയങ്കര ഹാപ്പിനെസ്. ഇവിടെ വന്നു കഴിയുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ടാക്സി എടുക്കാമെന്ന് കരുതിയാൽ എല്ലാ തവണയും നമുക്ക് പോസിബിൾ ആയിരിക്കില്ല. കുറച്ചധികം പൈസ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ബസ്സും ട്രെയിനും എടുക്കണം എനിക്ക് എപ്പോഴും പറ്റും. ഞങ്ങൾ ചെയ്തത് ഒരു 3 ഡേയ്സിലേക്കുള്ള പാസ് എടുക്കുക ചെയ്തത്. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ തന്നെ എടുക്കാൻ പറ്റും. ഇൻസ്ട്രക്ട് ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ സീനുണ്ട്. ഞങ്ങളുടെ ഈ ട്രിപ്പിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം ഇത് ഞങ്ങളുടെ 5th വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ പോയതാണ്. ഇത് സെപ്റ്റംബർ 1 നമ്മൾ ആക്ച്വലി പോയത്. എഡിറ്റ് ചെയ്യാനൊക്കെ ആസ് യൂഷ്വൽ കുറച്ച് ടൈം എടുത്തു. അതാണ് നമ്മുടെ ഈ വീഡിയോയിലൊക്കെ നല്ല ചൂട് എന്നൊക്കെ പറയുന്നത്. ആ ഒരു സമയത്ത് ഭയങ്കര ചൂടും ഹ്യൂമിഡിറ്റി ഒക്കെയാണ്. നമ്മുടെ ഈ ബാക്കിൽ കാണുന്നതാണ് അയൺ ലേഡി. ഫസ്റ്റ് നമ്മളാ കണ്ടപ്പോൾ തന്നെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആയിരുന്നു അത്. ചൂടുള്ളതുകൊണ്ട് അത്രയും ഞങ്ങളുടെ എഫക്റ്റീവ് ആയില്ല. നമ്മളെന്തെങ്കിലും ജ്യൂസ് കഴിക്കാന്ന് കരുതി ഒരു കഫേയിൽ കയറിയേക്കാണ്. ഭയങ്കര ചൂടാണ്. നമ്മൾ വന്നപ്പം ഡെറിയിൽ 13 ഡിഗ്രി ഉണ്ടായിരുന്നുള്ളൂ. മഴയും കുറച്ച് തണുപ്പൊക്കെ ആയിരുന്നു. ഇവിടെ ഇപ്പം 31 ഡിഗ്രിയാണ്. ട്രെയിനിലൊക്കെ ഇരുന്നപ്പം അങ്ങനെ ഉരുകണ പോലത്തെ ഒരു ഹ്യൂമിഡിറ്റി ആയിരുന്നു. നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നമ്മളിവിടെ വന്നതിന് ശേഷമാണ് ഈ റൂം കണ്ടെത്തിയത്. നമുക്ക് എയ്ഫലിൻ്റെ അടുത്ത് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെന്ന് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കിയിട്ടാണ് ഈ ഒരു റൂം ഫിക്സ് ചെയ്തത്. നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതാണ് ഓൾവേസ് ബെറ്റർ. പിന്നെ ഇതാ ഈ കാണുന്ന പോലെ തന്നെയുള്ള നല്ല ഫ്രഞ്ച് ബാൽക്കണീസ് കാണാൻ തന്നെ നല്ല രസമാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ ഫ്ലാറ്റുകളൊക്കെ ആയിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. നല്ലൊരു പരീഷ്യൻ ബിൽഡിംഗ് ആണ്. എയ്ഫലിന്റെ വ്യൂ ഒന്നും ഇല്ലെങ്കിലും കുറച്ചും കൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തോന്നി. ഇതിനു മുമ്പ് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ കൂടെ വന്നപ്പം വളരെ ചെറിയ റൂമുകളാണ്, നാരോ ആയിട്ടുള്ള ലിഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ അങ്ങനെ ആയിരിക്കുന്ന കരുതിയത്. പക്ഷെ അങ്ങനെയുള്ളത് ഇവിടെ ഉണ്ട്. എയ്ഫലിന്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഏതെടുത്താലും കുറച്ച് റേറ്റ് വരുന്നുണ്ട്. നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ നല്ലതാണ്. പക്ഷേ പേഡ് പ്രോപ്പർട്ടി ഓപ്ഷൻസ് കുറവായിരുന്നു. അതുകൊണ്ട് നമ്മളോട് വന്ന് കണ്ടിട്ട് എടുക്കാമെന്ന് കരുതി. കുറച്ച് ടൈം പോയി. എന്നാലും കുഴപ്പമില്ല. കുറച്ച് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു റൂം തന്നെ കിട്ടി. ഇപ്പം ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട് ടൈം. നമ്മൾക്കിനി റെഡി ആയിട്ട് എയ്ഫലിൻ്റെ അവിടേക്ക് പോകണം. നമ്മളിതുവരെ ആ ഒരു സ്ട്രെയിറ്റ് വ്യൂ നമ്മൾ കണ്ടിട്ടില്ല. നൈറ്റ് 8, 9, 10 അവേഴ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 മിനിറ്റ്സ് സ്പാർക്കിൾ ചെയ്യുന്നൊക്കെ നമ്മൾ കേട്ടു. അപ്പം ആ ഒരു ടൈം കവർ ചെയ്യാൻ ഭാഗത്തിനൊന്ന് പോകണമെന്നുണ്ട്. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ എയ്ഫലിൻ്റെ അവിടേക്ക് പോകാൻ പോകണം. ഇവിടെ നിന്ന് ഒരു 6 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അടുത്തുള്ള എടുക്കുകയാണെങ്കിലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഇവിടേക്ക് വരാനായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എടുക്കുമ്പോൾ കുറേ ടൈം പോകുന്നുണ്ട്. നമുക്കിവിടെ വരുമ്പോഴാണ് മനസ്സിലാവുക. കുറേ ടൈം നമുക്ക് പോകും. അപ്പം നമ്മൾ ആകെ കുറച്ച് ടൈമേ നമ്മൾ പാരീസിലുള്ളൂ. അപ്പം ആ ടൈം മാക്സിമം പ്രൊഡക്റ്റീവായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തത്. ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ എയ്ഫല് നൈറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്പാർക്കിൾ ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പാരാ ഒളിമ്പിക്സ് നടന്നിരുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു സിറ്റി കംപ്ലീറ്റ്. പക്ഷെ ഒരുപാട് പോലീസും ഉണ്ടായിരുന്നു. എയ്ഫലിന് ഏറ്റവും ബ്യൂട്ടി നൈറ്റ് കാണാനായിട്ടാണ്. ഞങ്ങളൊരു ഡേ ഫുള്ള് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചൊരു ഡേ ഉണ്ടായിട്ടുണ്ട് ഈ ട്രിപ്പിൽ. എയ്ഫലിൻ്റെ തൊട്ടടുത്തൊരു ബജിക്കട. ഈ കാണുന്ന പോലെ തന്നെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ എയ്ഫലിൻ്റെ ഈ ഒരു പരിസര പ്രദേശത്ത് ഒരുപാട് ആൾക്കാർ
എയ്ഫൽ സ്പാർക്കിൾ ചെയ്യണ കാണാനായിട്ട് വരും. എവറി നൈറ്റ് ഇങ്ങനെയാണെന്നാണ് ഇവിടെയുള്ള ഒരു സെക്യൂരിറ്റി പറഞ്ഞത്. പിന്നെ കാണുന്ന പോലെ തന്നെ ഒരുപാട് പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. അത് പാരാഒളിമ്പിക്സ് നടക്കുന്നതുകൊണ്ടാണ്. ഞങ്ങൾ ട്രാവൽ ചെയ്ത് വന്ന ഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. പക്ഷേ എങ്കിലും നമ്മൾ ആ ഒരു ക്ഷീണമൊന്നും വകവയ്ക്കാതെയാണ്, നമ്മൾ റെസ്റ്റ് എടുക്കാതെയാണ് നമ്മൾ നേരെ വന്നിട്ടുള്ളത്. ആക്ച്വലി നമ്മളത് റിലാക്സ്ഡ് ആയിട്ടുള്ള ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ടൈമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. ഫസ്റ്റ് അവറിലെ ആ ഒരു സ്പാർക്ലിംഗ് കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് പോകുന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ് വന്നിട്ടുണ്ടായത്. സെയിം നദിയാണ് നമ്മുടെ തൊട്ടടുത്ത് കാണുന്നത്. ഇതിൽ കൂടി ക്രൂയിസ് ഒക്കെ എപ്പോഴും പോകുന്നുണ്ട്. നമുക്ക് ഈ ഈഫലിന്റെ മുകളിലോ കയറുന്ന സമയത്ത് നമുക്ക് ഈ സെയിം നദി കംപ്ലീറ്റ് ആയിട്ടും പിന്നെ ഇവിടുത്തെ ഒരു കംപ്ലീറ്റ് ലാൻഡ്മാർക്കും കാണാൻ പറ്റുന്ന പറയാം. 1100 ടണ്ണാണ് ഈ ഒരു അയൺ ലേഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഐഫലിന്റെ ഫ്രണ്ടിലാണ് ഇരിക്കണത്. ഭയങ്കര ഒരു വൈബ് ഉണ്ട് ഇവിടെ. ഒരുപാട് ആൾക്കാരുണ്ട്. പാരാഒളിമ്പിക്സ് നടക്കുന്നുണ്ടാന്ന് തോന്നുന്നു. കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത്രയും ചൂടുള്ള ഒരു സമയമായിട്ട് കൂടി എല്ലാവരും ആ ഒരു 5 minutes അവർ സ്പാർക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തൊക്കെയായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നെക്സ്റ്റ് അവറിൽ ഇതുപോലെ സ്പാർക്കിൾ ചെയ്യും. പക്ഷേ നമുക്ക് നാളെ വേറെ പരിപാടികളുള്ളതുകൊണ്ട് നമ്മൾ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ പോവാണ്. City streets pulse with energy so bright. Neon signs flashing in the depths of night. Skyscrapers stand tall, reaching for the sky. As we pass by, with dreams flying high. No maps, no plans, just an open road. Wherever it leads, we'll happily go. നമ്മൾ ഐഫലിൻ്റെ അവിടുന്ന് തിരിച്ചു പോവാണ്. ഒരുപാട് ലേറ്റ് ആയാലും ആൾക്കാരൊക്കെ അതിൻ്റെ പരിസര പ്രദേശത്ത് തന്നെ ഇരിക്കുകയാണ്. ഒരു പ്രത്യേക വൈബുണ്ട്. 1 hourന്റെ മുകളിൽ നമ്മളിപ്പം ഐഫലിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ ഇരുന്നിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു ടൈം പോയത് നമ്മൾ അറിഞ്ഞില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. നമ്മൾ ഇത്തവണ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് അധികം ടൈമൊന്നും വളരെ റിലാക്സ്ഡ് ആയിട്ടൊരു വ്ളോഗ് ചെയ്യാമെന്നാണ് ഇത്തവണ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ വീഡിയോസൊന്നും എടുക്കുന്നില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. That's also hot dog. Hot dog, one. And one panini as well. One. അങ്ങനെ ഫുഡ് വാങ്ങി റൂമിൽ തിരിച്ചെത്തി സ്വസ്ഥമായി ഫ്രഷ് ആയിട്ടിരുന്ന് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഉറങ്ങിയത്. കാരണം രാവിലെ നേരത്തെ എണീക്കാനുണ്ട്. നാളെ ഞങ്ങൾ ഡിസ്നി ലാൻഡിലേക്കാണ് പോകുന്നത്. അതൊരു ലോങ് വ്ളോഗാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഞങ്ങളൊരു ഈവനിങ് ആണ് പാരീസിലെത്തിയത്. ഒരു ഹാഫ് ഡേയുടെ വ്ളോഗാണ് നിങ്ങൾ കണ്ടത്. ഫസ്റ്റ് ഡേ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടും ഫസ്റ്റ് ടൈം കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും എല്ലാം നമ്മുടെ ഈ വ്ളോഗിൽ. ഡിസ്നി ലാൻഡിലെ പുതിയ വ്ളോഗായിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.